മുൻപ് ഞാൻ സേതുനാടാരുടെ ചരിത്രം പറയാമെന്ന് പറഞ്ഞിരുന്നു. സേതുനാടാരെന്ന് പറയുന്ന ഒരു മനുഷ്യൻ കാഞ്ഞിരംകുളം ചാണി ഭാഗത്തു നിന്ന് ഏതാണ്ട് 100 വർഷം മുമ്പ് ഈ ഇന്ന് പുനലാൽ എന്നറിയപ്പെടുന്ന പുനലാൽ CSI ചർച്ചിരിക്കുന്ന ആ ഭാഗത്തായിട്ട് വന്ന് താമസമായി. ആദ്യം താമസിച്ചിരുന്നത് അരീക്കാമൊഴി തോടുമായി ബന്ധപ്പെട്ട അടുത്തൊരു സ്ഥലമായിരുന്നു. ചെറിയൊരു ഷെഡ് വെച്ച് ആദ്യം താമസമായി. പിന്നെ ആണ് ഇന്ന് ആ സൊസൈറ്റി ഇരിക്കുന്ന ഭാഗത്തിൻ്റെ ബാക്കിലായിട്ട് വലിയൊരു വീട് വെച്ച് താമസമായത്. ആദ്യം അവരിവിടെ വരുന്ന കാലഘട്ടത്തിൽ ഇതൊരു വനം പ്രദേശമാണ്. പണ്ടൊക്കെ വസ്തുക്കൾ വാങ്ങുന്നത് രാജാക്കന്മാരിൽ നിന്നാണ്. ഏതാണ്ട് 100 വർഷം മുമ്പുള്ള ചരിത്രമാണ് ഈ പറയുന്നത്. രാജാവിന് പണമടച്ച് രാജാവിൻ്റെ ജോലിക്കാരന് അതിൻ്റെ നിയമം അനുസരിച്ച് പൈസ അടച്ച് അവർ 100 ഏക്കർ കൂടുതൽ സ്ഥലം ഈ പുന്നൽ പള്ളിയിരിക്കുന്നിടം തുടങ്ങി കരമന മുകൾ പാറമുകൾ എന്നൊക്കെ പറയുന്ന സ്ഥലം തൊട്ട് താഴോട്ട് അരീക്കാമൊഴി തോടിനടുപ്പിച്ച് ഏതാണ്ട് 100 ഏക്കറിൽ കൂടുതൽ സ്ഥലം അവർ വിലയ്ക്ക് വാങ്ങി. അവർക്ക് കുറേ മക്കളുണ്ടായിരുന്നു. അതിന് ഒരു മകൾ കത്രികോണം എലിസ നാടാരുവയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോകുന്നു. പിന്നെ ഒരു മകളെ അയച്ചത് ആര്യനാട് കച്ചേരി നടയിൽ, പഴയ കച്ചേരി നടയിൽ ഡാനിയൽ ആശാൻ ഒരു മകൾ വിവാഹം കഴിച്ചു. അതിൽപ്പെട്ടതാണ് ജസ്റ്റിസ് സാറ്, ഡെന്നിസൺ നാടാർ, സുഖാമണി. അങ്ങനെ ആ കുടുംബം അങ്ങനെ പോകുന്നു. പിന്നെ ഒരു മകളെ വിവാഹം കഴിച്ചത് അബ്സലോം നാടാരാണ്. അതിൽപ്പെട്ടതാണ് വിൽസൺ നാടാർ, ടൈറ്റസ് പട്ടാളം, എഡിസൺ, ഡോറം, കുരിയാത്തിലയച്ച വേവി, അരുവിക്കരയിലയച്ച മേഴ്സി, കല്ലയത്ത് താമസിക്കുന്ന എഡിസൺ, രാജമണി, ഇപ്പോൾ പള്ളിനാട് ചായ കട നടത്തുന്ന ഡോറം, ഇവരെല്ലാം അതിൽപ്പെട്ടതാണ്. പിന്നെ ഒരു മകളെ അയച്ചത് പൂമല, ഉറയക്കോട് പൂമലയിൽ പൊന്നൂസ് നാടാർ വിവാഹം കഴിച്ചതാണ്. പൊന്നൂസ് നാടാരുടെ മക്കൾ ഒരു മകളെ മുളയാറ വിവാഹം കഴിച്ച് പോയി, മുളയാറയിൽ താമസിക്കുന്നു. പിന്നെ അതിൽപ്പെട്ടവരൊക്കെ ഏകദേശം അതിൽപ്പെട്ട എല്ലാം മരിച്ചുപോയി. അങ്ങനെ പോകുന്നു ആ കുടുംബം. പിന്നെ ഒരു മകളെ അരീക്കാമൊഴി വിക്രമൻ വാങ്ങിച്ച് വിക്രമൻ എന്ന് പറഞ്ഞ ആൾ എൻ്റെ അച്ഛൻ വാങ്ങിയ സ്ഥലം, അരീക്കാമൊഴി തോട്ടവുമായി ബന്ധപ്പെട്ട് ആ വീടും സ്ഥലമൊക്കെ ഇന്നോടെ ഇരിക്കുന്നുണ്ട്. ഒരു മകളെ വിവാഹം കഴിച്ച് അയച്ചതാണ്. അതിൽപ്പെട്ട ആൾക്കാർ എല്ലാവരെയും എനിക്കറിയില്ല. രാജ്യൻ എന്നൊക്കെ പറയും. ലാസ്റ്റിലെ അവിടെ നിന്ന് അവിടെ വിക്രമൻ്റെ വിറ്റിട്ട് മറ്റേ ഭാഗത്തെവിടേക്ക് താമസം മാറി. അങ്ങനെ പോകുന്നു അവരുടെ കുടുംബം. ആദ്യം പുനലാൽ എന്നുള്ള സ്ഥലം, ഇന്ന് പുനലാൽ എന്ന് പറയപ്പെടുന്ന സ്ഥലം
ആദ്യം അരീക്കമൊഴി കുടുംബം അല്ലെങ്കിൽ അരീക്കമൊഴി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അരീക്കമൊഴി കുടുംബം എന്ന് പറയുന്നത് ഈ സേതുപ്പൻ്റെ ഇതാണ്. പുനലാൽ എന്ന് പറയുന്നത് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ഏരിയയാണ് പുനലാൽ. ഇന്ന് പുനലാൽ അറിയപ്പെടുന്ന ഈ CSI പള്ളിയിരിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ അന്ന് അറിയപ്പെട്ടിരുന്നത് അരീക്കമൊഴി എന്നാണ്. അപ്പോൾ എങ്ങനെ ഇവിടെ പുനലായി എന്ന് ചോദിച്ചാൽ, പുനലാൽ ഒരു പള്ളി വന്നതോടും കൂടി പുനലാൽ അരീക്കമൊഴിനെ പുനലാൽ ക്ഷേത്രത്തിൻ്റെ ഏരിയയാണ് ശരിക്കും പുനലാൽ. അത് പതിയെ ഇവിടെ പുനലാൽ CSI ചർച്ച് ഒന്നാക്കി. അത് അന്ന് ജാക്കബ് സുവിശേഷകർ ആണ് ഇവിടെ ഇരിക്കുന്നത്. അവരെല്ലാവരും കൂടി അങ്ങനെയാക്കി പുനലാൽ. അപ്പോൾ ഇവിടെ കൂടെ ഈ പുനലാൽ ചർച്ചിരിക്കുന്ന ഭാഗത്തുകൂടി, ആദ്യം പുനലാൽ ചർച്ചിരിക്കുന്നത് ആ ഭാഗത്തല്ല, ഇപ്പോഴത്തെ ഭാഗം സോളമൻ ചായക്കട നടത്തുന്ന ആ ഭാഗത്താണ്. അവിടെ നിന്ന് മാറി വലിയ വീട് പള്ളി വെച്ച് ഇപ്പോൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് മാറ്റിയതാണ്. അന്ന് അവിടെ റോഡൊന്നുമില്ലായിരുന്നു. ചാങ്ങ മുതൽ ഇന്ന് കാണുന്ന ഈ റോഡൊരു നടവഴിയായിരുന്നു പണ്ട്. പിന്നെ ഒരു കാളവണ്ടി പോകുന്ന വഴിയാക്കി. പിന്നെ റോഡായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ജേക്കബ് സുവിശേഷകരുടെ നേതൃത്വത്തിൽ അന്ന് ഏതാണ്ട് ഒരു 60 വർഷം മുമ്പ് തന്നെ എന്ന് പറയാം, അന്ന് ഈ പള്ളിയിൽ വരുന്ന ചെറുപ്പക്കാരായ ആൾക്കാരെയും കുട്ടികളെയും തുടങ്ങി സകല ആൾക്കാരെയും ഞായറാഴ്ച ദിവസം സംഘടിപ്പിച്ച് പതിയെ ഈ റോഡിന് വീതി കൂട്ടി, ഈ നടവഴിയെ റോഡ് വീതി കൂട്ടി ചെറിയ തടങ്ങളാക്കി കൊണ്ടുവന്നു. അന്ന് വലിയ ഉണ്ടാകുമായിരുന്നു ഓരോരുത്തർക്ക് സ്ഥലം തരാനായിട്ട്. അന്ന് ഒരു വിലയുമില്ലാതിരിക്കുന്ന കാലഘട്ടമാണ് ഈ സ്ഥലത്തിന്. എന്നിരുന്നാലും ആൾക്കാർ സ്ഥലം തരില്ല, വഴക്കുണ്ടാക്കും. ആ വഴക്കുകളൊക്കെ അതിജീവിച്ച് പറഞ്ഞ് ഒത്തുതീർപ്പുണ്ടാക്കി പോലീസ് കേസായ കേസുകളൊക്കെ ഉണ്ട്. അന്ന് പോലീസ് സ്റ്റേഷനിൽ പോകണമെങ്കിൽ കാട്ടാക്കട പോകണം. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. ഒത്തുതീർപ്പുണ്ടാക്കും. അങ്ങനെ കൊന്നി വരെ ചെറിയ എല്ലാ ഞായറാഴ്ചയും ഈ സൈറസ് അണ്ണ എന്ന് പറയുന്ന ആളൊക്കെ ഇതിൽ ശരിക്കും ഇൻവോൾവ് ആയിട്ടുണ്ട്. അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊന്നും ചെറുതാണ്. നമുക്കൊക്കെ ഒരു പൊടിക്കല്ലൊക്കെ എടുത്ത് വരെ, എന്നാലും പൊടിക്കല്ലൊക്കെ നമ്മൾ കൊണ്ട് പറ്റുന്നത് അണ്ണാരെ കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞ പോലെ കുട്ടികളെ കൊണ്ട് അന്ന് ജോലി ചെയ്യിക്കും. അങ്ങനെ വീതി കൂട്ടി കാളവണ്ടി പോകാവുന്ന തരത്തിലാക്കി മാറ്റി. കൊന്നി മുതൽ ചാങ്ങ വരെ. ചാങ്ങയിൽ ചെല്ലുമ്പോൾ പോലും ആ ഭാഗത്തുള്ള ആൾക്കാരൊന്നും അങ്ങനെ സഹകരിക്കാറില്ല. കൊന്നിയിലെത്തിയാലും അവിടെയുള്ളവർ ചെയ്യാറില്ല. ഈ പള്ളിയുമായി പുന്നാലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, പള്ളിയിലല്ലാത്തവരുമായ ആൾക്കാർ സഹകരിച്ച് ഇങ്ങനെ ജാക്കബ് സുവിശേഷകരുടെ നേതൃത്വത്തിൽ അങ്ങനെ ആ റോഡ് ചെറിയ കാളവണ്ടി പോകാവുന്ന ഒരു റോഡ്. അന്ന് റോഡിൻ്റെ നടുക്കൊക്കെ വലിയ പാറകളിരിക്കും ഇരുന്നു. അതിനൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു. പിന്നെ ഗവൺമെൻറ് PWD ഒക്കെ എടുത്തതിന് ശേഷമാണ് അത് നല്ല റോഡാക്കി വികസിപ്പിച്ചെടുത്തത്. അത് അങ്ങനെയാണ് പുനലാൽ ക്ഷേത്രത്തിൻ്റെ അവിടെയായിട്ടുള്ള പേര് ക്രമേണ ഈ ഭാഗത്തേക്ക് വന്നത്. പിന്നെ ഒരു പോസ്റ്റ് ഓഫീസ് വന്നു. പുനലാൽ പോസ്റ്റ് ഓഫീസാക്കി. അന്ന് സൈലസ് മാഷ് ഒക്കെ
അവരൊക്കെ നല്ല ഉത്സാഹിച്ചു നിന്നാണ് പോസ്റ്റ് ഓഫീസ് കൊണ്ടുവന്നതും സയൻസ് മാഷിനെ തന്നെ അതിൽ പോസ്റ്റ് മാസ്റ്ററാക്കി നിയമിക്കാനൊക്കെ സാഹചര്യമുണ്ടായത്. സേതു നാടാരാണ് ശരിക്കും ഈ പ്രദേശങ്ങൾ. അവർ വളരെ കഷ്ടപ്പെട്ട് കാടെല്ലാം പറ്റി, അന്ന് പെരുമ്പാമ്പൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. അവരുടെ പെരുമ്പാമ്പ് ഇവർ പണിതുകൊണ്ട് നിൽക്കുമ്പോൾ പെരുമ്പാമ്പ് വന്ന് കിടക്കും. അതിന് അന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, പെരുമ്പാമ്പിൻ്റെ നെയ്യെടുക്കും. നെയ്യെടുത്തിട്ട് എന്തോ ഒട്ടിച്ചു വിടുകയോ തച്ചു വിടുകയോ എന്തോ ചെയ്യും, അതങ്ങ് പോകും. പിന്നെയും നെയ്യ് കയറുന്ന സമയത്ത് എത്രയോ കാലത്തിലേക്ക് വന്ന് അവിടെ കിടക്കും, ആ സ്ഥലത്ത് തന്നെ വന്ന് കിടക്കും എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അന്ന് ഭയങ്കര ഭയമുണ്ടാകുന്ന കാലഘട്ടമാണ്. ഈ അരീക്കമൊഴിയിൽ വെച്ച് മാടനുമായിട്ട് ഈ അപ്പം അടിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മാടൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, കഥാപാത്രമുണ്ട്, ഉണ്ടെന്ന് പറയപ്പെടുന്നു. ശരിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മകൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞില്ല. അവരുടെ ഏറ്റവും ഇളയ മകനാണ് സമീയൽ. വിവാഹം കഴിച്ചത് ട്രിവാൻഡ്രത്ത് കേശവസുരത്തു നിന്നാണ്. ഞാനും അവരെ സമീയൽ അപ്പൂപ്പൻ വിവാഹം കഴിച്ചത് കേശവസുരത്തു നിന്നാണ്. അവരുടെ ഭാര്യയുടെ പേര് ഞാനമ്മൾ. അത് ഏകദേശം എല്ലാവരും അറിയാൻ, മരിച്ചുപോയി. ഞാനമ്മൾ അമ്മച്ചിയെ എല്ലാവരും അറിയും. അപ്പൂപ്പൻ മരിക്കുമ്പോൾ, ഈ സമീയൽ അപ്പൂപ്പൻ മരിക്കുമ്പോൾ 70 വർഷമായി മരിച്ചിട്ട്. 35 വയസ്സുണ്ടായിരുന്നു. ഒരു പശു കുത്തി ക്ഷയരോഗം വന്നതാണ്. ഇന്ന് ക്ഷയരോഗമൊക്കെ നിമിഷനേരം കൊണ്ട് സുഖമാക്കാനുള്ള മരുന്ന് സംവിധാനങ്ങളും കണ്ടുപിടിച്ച്. അന്ന് അതിനുള്ള സംവിധാനം ഒരിടവും ഇല്ല. എന്നാലും അറിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ചികിത്സിപ്പിച്ച് സുഖമായില്ല. അവർ 35-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അവരുടെ കിട്ടിയ ഷെയറാണ് ഇന്ന് സൊസൈറ്റി ഇരിക്കുന്ന ആ സ്ഥലം. അതായത് സൊസൈറ്റി ക്രിസ്തുദാനം, യവനണ്ടിക്കടും ക്രിസ്തുദാനത്തിൻ്റെ വകയാണല്ലോ. അതിൻ്റെ ആ ഏരിയ തുടങ്ങി, അതിൻ്റെ ബാക്ക് തുടങ്ങി, ഇന്നവിടെ ഒരു കടയൊക്കെ ഇരിക്കുന്നു. അങ്ങനെ ചുറ്റി ജോണി വാങ്ങിച്ചിരിക്കുന്നത്, യവനണ്ടിക്ക പൊന്നൂസ് താമസിക്കുന്നത്, ആ റോഡിനപ്പുറം ആ ഏരിയ തുടങ്ങി. ഇപ്രസർ റേഷൻ കടയിരുന്ന, പണ്ട് റേഷൻ കടയിരുന്നത്, ഇന്ന് സ്കൂളിരിക്കുന്ന ഏരിയ തുടങ്ങി. ക്രിസ്തുദാസിൻ്റെ താമസിക്കുന്ന കുടുംബ വീട് തുടങ്ങി. DHC സെൻ്റർ ഇരിക്കുന്ന ഏരിയ തുടങ്ങി. ആ പാറ പൊട്ടിച്ചടന്ന് തുടങ്ങി അങ്ങ് മുകളിലോട്ട് പോകും. ഈ സമീയൽ അപ്പൂപ്പൻ്റെ, അതായത് 2 ഏക്കറിൽ 35 സെൻറ്റ് എന്തോ ആണ് എൻ്റെ ഓർമ്മ. ഈ സമീയൽ അപ്പൂപ്പൻ്റെ, അതായത് ഞാനമ്മ, അവർക്ക് ഞാനമ്മ അമ്മച്ചിക്ക് അവരുടെ ഭർത്താവിന് കിട്ടിയത്. അപ്പം മരിച്ചപ്പോൾ അമ്മൂമ്മയുടെ ഷെയറായി. പിന്നെ അവരുടെ ഇളയ മകൾ ഡില്ലി എന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തു. അവർ അതിന് വിൽപ്പന നടത്തി. അങ്ങനെ സമീയൽ അപ്പൂപ്പനെ അടക്കം ചെയ്തത് അവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ഇന്ന സ്ഥലത്ത് അടക്കണമെന്ന്. മുമ്പ് റേഷൻ കടയിരുന്ന, അതായത് ഇന്ന് സ്കൂളിലിരിക്കുന്ന ആ ഗ്രൗണ്ട് ഫ്രണ്ടിൽ കൂടി അവിടെ ഒരു പുളി നിന്നു. ആ പുളിയുടെ ചുവട്ടിലാണ് അവരടക്കിയത്. അവരെ കാണിച്ചു കൊടുത്താണ് ഞാൻ മരിക്കും, എന്നെ ഇവിടെ അടക്കണം എന്ന്. അപ്പോൾ അവർക്ക് റോഡിൽ പോകുന്നവരെ എല്ലാവരും അവരെ കാണണം എന്നുള്ള മോഹിച്ചിട്ടാണ്
അവിടെ അടക്കണമെന്ന് കാണിച്ചു വന്നത്. അന്ന് അതിലൂടെ വഴിയുണ്ട്, അത് അവർക്കറിയാം. ഭാവിയിൽ അത് വലുതാകും, റോഡാകും എന്നൊക്കെ അവർക്കറിയാം. കാരണം അവർ സിറ്റിയിൽ നിന്ന് ഭാഗം കഴിക്കുകയും അവരുമായി സിറ്റിയുമായി ബന്ധമുള്ള അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി അതിനെക്കുറിച്ച് നോളജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വിറ്റപ്പോൾ അവിടെ വേറെ കെട്ടിടങ്ങൾ വരികയും യഥാർത്ഥത്തിൽ ഈ കല്ലറയ്ക്ക് വഴിയിട്ടിരുന്നത് ആ റേഷൻ കടയുടെ സൈഡിൽ കൂടെ മെയിൻ റോഡിൽ നിന്ന് കല്ലറ കാണാവുന്ന രീതിയിൽ അങ്ങോട്ടായിരുന്നു വഴിയിട്ടിരുന്നത്. ഒടുവിൽ ക്രിസ്തുമസ് മതിൽ കെട്ടിയപ്പോൾ അവർ തന്നെ ഇഷ്ടപ്രകാരം അതിൽ അവർ വഴി മാറ്റിക്കൊടുത്തു. സെൽവൻ എന്ന് പറഞ്ഞ ഈ ഞാനമ്മ അമ്മച്ചിയുടെ ഒരു മകളുടെ മകൻ സെൽവരാജ് സപ്പോർട്ട് ചെയ്തു. എന്നാൽ ഞാൻ അതിനെ എതിർത്തിട്ടിരുന്നു. നിയമം അനുസരിച്ച് വഴി കിടന്ന വഴി തന്നെ കൊടുക്കണം. അവരിങ്ങനെ മരിക്കാൻ സമയത്ത് അവരെ ഇഷ്ടപ്രകാരം മോഹിച്ച് എന്നെ ഇവിടെ അടക്കണം, എന്നെ എല്ലാവരും കാണണം, വഴിയെ പോകുന്നവർ കാണണം എന്ന്. അങ്ങനെ നമുക്കതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ആഗ്രഹങ്ങളൊന്നും ഒരിക്കലും നടക്കില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും നടക്കില്ല. ചിലപ്പോൾ ആ കല്ലറ വരെ പൊളിച്ച് കളയും. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളെല്ലാം ചെയ്തു വച്ചിട്ട് ലാസ്റ്റ് നമ്മുടെ കല്ലറ പോലും കാണില്ല. അങ്ങനൊരു കാലഘട്ടം നമ്മുടെ ഭാവിയിലുണ്ടായി മാറും. ഒന്നും നിലനിൽപ്പുള്ളതല്ല. അത് ഇതിന് ഉദാഹരണമാണ്. അവരാഗ്രഹിച്ചത് കല്ലറ, എൻ്റെ കല്ലറ, ഞാൻ കിടക്കുന്നത് വഴിയെ പോകുന്ന എല്ലാവരും കാണണം എന്നുള്ളതാണ്. പക്ഷെ അത് മറിച്ച് ഇന്നാരും കാണാത്ത, ആരും അറിയപ്പെടാത്ത ഒരു മതിൽ കെട്ടി ചുറ്റും കെട്ടിടങ്ങളുമായിട്ട് അങ്ങടഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, വളരെ ചെറുപ്പത്തിൽ 35 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ യൗവനം കറക്റ്റ് 70 വർഷമായി. ഞാൻ ജനിച്ച്, അതായത് ഞാൻ ഈ സമയലപ്പൻ്റെ മൂത്ത മകൾ ദർശിതാണെന്ന് പറയും. ദർശിതയുടെ മൂത്ത മകനാണ് ഞാൻ. ഞാൻ ജനിച്ച് കറക്റ്റ് 3 മാസമായപ്പോഴാണ് അവർ മരിച്ചത്. അപ്പോൾ എനിക്കിന്ന് 70 വയസ്സുണ്ട്. അപ്പോൾ എന്നെ കയ്യിലെടുത്ത് വെച്ചിട്ട് അമ്മച്ചിയെ നോക്കിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞു. അവർ വളരെ വേദനയോടുകൂടി മരിച്ചുപോയി. നിരാശനായി. വെറും 35 വയസ്സുള്ള ഒരാൾ ഇരിക്കുന്നു. നോക്ക്, മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും നടക്കുമോ? അങ്ങനെ സേതുപ്പൻ ജീവിച്ചിരിക്കുകയാണ്. അവരുടെ ഏറ്റവും ഇളയ മകൻ സമീൽ ഒരു മരിച്ചുപോയത്. പിന്നെ അങ്ങനെ ചരിത്രങ്ങൾ മുന്നോട്ട് പോകുന്നു. അന്ന് വനമായിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് കാലക്രമേണ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകൾ ഇറക്കി വികസിപ്പിച്ചു, റോഡുകൾ വികസിപ്പിച്ചു, പല പല സ്ഥാപനങ്ങൾ വന്നു തുടങ്ങി. ഇതാണ് പുന്നലാലിൻ്റെ ഒരു ചെറിയ ചരിത്രം. ഇനിയും പലതും പറയാനുണ്ടായിരുന്നു ഈ പുന്നലാലിനെ കുറിച്ച്. ഇപ്പോൾ ക്രോസിൻ്റെ ഓഫീസിരിക്കുന്ന ഇടം മുതൽ അങ്ങ് ചൂഴയ്ക്ക് പോകുന്ന ഒരു റോഡുണ്ട്. ഇപ്പോൾ കാണുന്ന റോഡ്, അതൊന്ന് ഞാൻ ചെറുതിലേ അത് നടക്കാൻ പോലും പറ്റാത്ത ഒരു ഓട വീഴുന്ന വഴിയായിരുന്നു. അപ്പോൾ എനിക്കൊരു 10-20 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാനത്
ഒന്ന് നേരെ വെട്ടിവെക്കാനൊക്കെ ശ്രമിച്ചു നോക്കി. പക്ഷേ ഒരു ഭാഗം, ഒരു സൈഡ്, ഈ വഴിയുടെ നടവഴിയുടെ ഒരു വശം കുറേ ദൂരം ഇവർക്കായിരുന്നു, ദാനത്തിൻ്റെയൊക്കെ അച്ഛന്. പിന്നെ മറ്റൊരു ഭാഗം ഡെന്നിസ് ആൻസൻ്റ്. ഇവർ രണ്ടുപേരും വഴി തരില്ല, വെട്ടാനും പറ്റില്ല. വെള്ളം ഒഴുകിപ്പോയി കാല് വെച്ച് നടന്നു പോകാനൊന്നും പറ്റില്ല. അങ്ങനെ രാജമണിയുടെയൊക്കെ താല്പര്യം കൊണ്ട്, രാജമണിയുടെ വീടിരിക്കുന്നതിൻ്റെ മുറ്റത്തൂടെയായിരുന്നു പണ്ട് നടന്നു പോയത്. അന്ന് വഴിയൊന്നുമില്ല. വഴി ശരി ഇന്ന് കാണുന്ന റോഡല്ല. അങ്ങ് കുട്ടപ്പൻ അണ്ണൻ്റെ ആ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ വരണമെങ്കിൽ വളരെ കഷ്ടപ്പെട്ടായിരുന്നു യാത്ര ചെയ്തത്. ഒരു രാജമണിക്ക് കുടുംബ വീടും ശേഖരം കിട്ടിയപ്പോൾ അവൻ വീട്ടിടെ നിന്ന് വഴി മാറ്റാൻ വേണ്ടി ഇന്ന് കിടക്കുന്ന അവരുടെ പുരയിടത്തിൻ്റെ അതിരിൽ കൂടി വെട്ടി. അന്ന് ആൾക്കാരൊക്കെ സഹകരിച്ച് അങ്ങനെ രാജമണിയുടെ നേതൃത്വത്തിലാണ് അന്ന് അവൻ്റെ വീട്ടുകടയിൽ നിന്ന് മാറ്റി ഇന്ന് കിടക്കുന്ന റോഡിൽ കൂടി ഈ ക്രോസ് ഇരിക്കുന്ന ആ ജംഗ്ഷൻ മുതൽ, ആ ക്രോസ് ജംഗ്ഷൻ മുതൽ അങ്ങോട്ട് ആരാണ്ട് പോകുന്ന ചൂഴ റോഡ് ഉണ്ടായത്. പിന്നെ ഏറ്റവും കൂടിയ അന്ന് ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നത് ഈ റോഡിൻ്റെ വികസനത്തിലായാലും ശരി, മൊത്തത്തിൽ ജനങ്ങളുടെ വികസനത്തിലായാലും വിദ്യാഭ്യാസപരമായി കുട്ടികളെ കൊണ്ട് മുന്നിൽ വരാവുന്നതിന് മുൻകൈയിട്ടതെല്ലാം ഈ പുല്ലാൽ പള്ളിയായിരുന്നു. പള്ളിയുടെ പ്രവർത്തനങ്ങളിൽ കൂടിയാണ് ജനങ്ങൾ ഒരു വികസനത്തിലെത്തിയത്. അന്ന് അവർ പല രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ കൊടുത്തിരുന്നു. പഠിക്കാനായാലും ശരി, കലാപരിപാടികൾക്കായാലും ശരി, എല്ലാ രീതികൾക്കും പള്ളി ഒരു മാതൃകയായിരുന്നു. എൻ്റെ പേര് ക്രിസ്ത്യൻ ജോൺ എന്നാണ്. ഞാനന്ന് ഈ സഭയുടെ CF സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു. പിന്നെ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് ഡിസ്ട്രിക്റ്റ്, അന്ന് ഉറിയക്കോട് ഡിസ്ട്രിക്റ്റ് ചർച്ചാണ്. അതായത് 14-16 സഭകളുടെ ഹെഡാണ് ഉറിയക്കോട്. ഇന്ന് ഇപ്പോൾ ഉള്ളതുപോലെ അവിടെ എവിടെയായിട്ട് ഡിസ്ട്രിക്റ്റ് സഭയില്ല. അന്ന് ഒറ്റ ഡിസ്ട്രിക്റ്റ് സഭ നമ്മുടെ ഈ ഏരിയയിൽ, വെള്ളനാട്, ആര്യനാട്, ഇങ്ങനെ ആര്യനാട്, പുന്നല, ഈ ഭാഗങ്ങളിലൊക്കെ ഉറിയക്കോട്, മുളയാറ, കുതിരകുളം, അങ്ങനെ ഏകദേശം കുറേ ദൂരങ്ങൾക്ക് ഡിസ്ട്രിക്റ്റ് സഭ ഉറിയക്കോട് CSI ചർച്ചാണ്. അന്ന് എന്നെ CEFൻ്റെ യൂത്തിൻ്റെ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കുകയും അവിടെ നിന്ന് ഉറിയക്കോട് ഡിസ്ട്രിക്റ്റ് സെക്രട്ടറിയായിട്ട് മാറി. ഉറിയക്കോട് ഡിസ്ട്രിക്റ്റ് സെക്രട്ടറിയായിട്ട് ഞാൻ 16 സഭകളിലും സന്ദർശിക്കാൻ പോകും. രാത്രിയാണ് പോണത്, യോഗം വയ്ക്കുന്നത്. ഈ 17 സഭകളിലും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് എല്ലാ സഭകളിലും, ഉറിയക്കോട് ഡിസ്ട്രിക്റ്റിൻ്റെ കീഴിലുള്ള എല്ലാ സഭകളിലും പുവർ ഫണ്ട്, എല്ലാ സഭകളിലും, മിക്കവാറും സഭകളിൽ പുവർ ഫണ്ടുണ്ട്, അത് നിലനിൽക്കുന്നുണ്ട്. പിന്നെ അന്ന് ഞാൻ ഇവിടെയുള്ള ചെറുപ്പക്കാരെയൊക്കെ ചേർത്ത് വൈകുന്നേരം പ്രാർത്ഥനയ്ക്ക് പ്രയർ ഗ്രൂപ്പ് നടത്തുമായിരുന്നു, ഓരോരോ സ്ഥലങ്ങളിൽ മാറി. അങ്ങനെയാണ് കാനക്കുഴിയിൽ ആര്യനാട് ദാനീരാശൻ്റെ മകൻ ദാനത്തിന് അവിടെ 5 ഏക്കർ സ്ഥലമുണ്ട്. 5 ഏക്കറോ അതിൽ കൂടുതൽ സ്ഥലമുണ്ട് ആയിരുന്നു. ആ സ്ഥലത്ത്
ഒരു ചാമ്പൽ, ചാരം, വളങ്ങൾ കൊണ്ടിടാൻ ഒരു ചെറിയ ഷെഡിരുന്നു. ആ ഷെഡിൽ ഒരു പ്രയർ നടത്താൻ വേണ്ടി ഞാൻ ആരുടെ ദാനൻ ജസ്റ്റർ സാറിൻ്റെ ചേട്ടൻ ദാനു സാറിനെ പോയി കണ്ടു. എൻ്റെ ഫിച്ചപ്പനാണ്. ആ നീയാടേ എൻ്റെ അടുത്ത് ചോദിച്ചു. നീ ഒന്ന് ചോദിച്ചാൽ എങ്ങനെ തരാതിരിക്കും? ഞാൻ ചാവരമൊക്കെ അവിടുന്ന് മാറ്റിത്തരാം, നീ എടുത്തോ, പ്രയർ നടത്താനല്ലേ. ഞങ്ങളൊക്കെ ഒരു കുടുംബക്കാരാണ്. എന്നാലും എൻ്റെ കൂടെ ഭയങ്കര കാര്യമായിരുന്നു ദാനത്തിൻ്റെ ദാനം കൊച്ചപ്പൻ ചിറ്റപ്പനാണ്. അവരെനിക്ക് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ വാടകയൊന്നും വേണ്ട, ഞങ്ങൾ എല്ലാ ആഴ്ചയിലും അവിടെ പ്രയർ നടത്തുമായിരുന്നു. അങ്ങനെ പ്രയർ നടത്തി. ഞാൻ അന്ന് IT പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. IT നേരെ എനിക്ക് എറണാകുളത്ത് ജോലി കിട്ടിപ്പോയപ്പോൾ ഞാനത് ആ ഗ്രൂപ്പിലന്ന് കമലം കപ്പേരുടെ മകൻ സണ്ണി, മോഹനൻ, അന്ന് ഉണ്ടായിരുന്ന അന്നത്തെ ചെറുപ്പക്കാരായ പിള്ളേർ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഓരോരുത്തരായിട്ട് എനിക്ക് പേരെടുത്ത് പറയണമെന്നുണ്ട്. ശരിക്ക് എല്ലാവരെയും ഓർമ്മ കിട്ടുന്നില്ല. ഇവരൊക്കെ ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കമലം കപ്പേരുടെ മകൻ സണ്ണി, മോഹനൻ, യാനോസ്, ഇങ്ങനെ തുടങ്ങി. ഒടുവിൽ അത് ഞാൻ പിന്നെ അറിയപ്പെടുന്നത് ഒരു വലിയ സഭയായി മാറിയെന്നാണ്. അതായത് കാനക്കുഴി CSI പള്ളി അങ്ങനെ രൂപം കൊണ്ട ഒരു ചാമ്പൽ വാരിയിട്ടിരുന്ന ഷെഡിൽ തുടങ്ങിയ, ചാണകം കൊണ്ട് തള്ളിയിരുന്ന ഒരു ഷെഡ് ക്ലീൻ ചെയ്ത് അതിൽ ആരംഭിച്ച ഒരു ചെറിയ പ്രയർ ഗ്രൂപ്പാണ് ഇന്ന് കാനക്കുഴി കാണുന്ന CSI പള്ളിയായി. അത് വളരെയധികം വളർന്നുവെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഞാൻ യാനസിനെ ഏൽപ്പിക്കുകയും യാനസ് അത് നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ചു. എന്നേക്കാൾ നന്നായി അത് ഒരു വലിയ സഭയായി മാറത്തക്ക രീതിയിൽ അത് പ്രവർത്തിച്ചു. പിന്നെ ഞാൻ എറണാകുളത്ത് പോയ ശേഷം ഞാൻ വരുന്നത് 35 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് അതേക്കുറിച്ച് ഞാൻ കൂടുതൽ അറിഞ്ഞുമില്ല. ഇങ്ങനെ അതൊരു സഭയായി മാറിയത് പോലും ഞാൻ അറിയുന്നത് വളരെ വൈകിയായിരുന്നു. ഞാൻ അറിയാതെ നടന്നു ആ പ്രസ്ഥാനം വലുതായത്. അതിൽ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഞാൻ തുടങ്ങി വെച്ച പലതും വളർന്നിട്ടുണ്ട്. പിന്നെ അന്നൊരു വായനശാല തുടങ്ങിയത് മാത്രം കുറേ കാലം നിന്നു. അത് ജനങ്ങളത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇന്ന് അന്ന് വലിയ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടൊക്കെ കിട്ടിയ ഒരു വലിയ പ്രസ്ഥാനമായി മാറിയത്. അന്ന് ധാരാളം ഫർണിച്ചറൊക്കെ വാങ്ങിച്ചിട്ടിരുന്നു. ഒടുവിൽ ഈ മുന്നൊരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നത് പോലെ ആദ്യം ലൈബ്രറി ഇരുന്ന സ്ഥലത്ത് നിന്ന് മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് സോളമൻ ചായക്കട നടത്തുന്ന ആ മുറിയിലേക്ക് മാറ്റി. അവിടെ ഒരു മുറിയിലേക്ക് മാറ്റി. ആ മുറിയാണോ എൻ്റെ തൊട്ടടുത്ത മുറിയിലേക്കോ അത് മാറ്റി. അന്ന് മേശയൊക്കെ വാങ്ങിച്ചിട്ടിരുന്നു. മേശ, ഫർണിച്ചറുകൾ, പല സാധനങ്ങൾ വാങ്ങിയിട്ടിരുന്നു. അതെല്ലാം നാട്ടുകാർ പൊളിച്ചുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. ബുക്കുകൾ, നല്ല നല്ല പുസ്തകങ്ങളുണ്ടായിരുന്നു. പുസ്തകങ്ങളെല്ലാം, ഫർണിച്ചറുകൾ, കളിക്കാനുള്ള ടോയ്സുകൾ പലതും ഉണ്ടായിരുന്നു. എല്ലാം നാട്ടുകാർ കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. അല്ലായിരുന്നെങ്കിൽ അന്ന് ആ ലൈബ്രറി വളരെയധികം സമൂഹത്തിന് പ്രയോജനം ചെയ്യുമായിരുന്നു. സംഘടന രൂപീകരിച്ചാൽ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ എല്ലാവരും ഒരുമിച്ച് നിന്നിരുന്നാലേ മാത്രമേ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വളരെ ചെറുപ്പം മുതലേ ഞാൻ സാമൂഹ്യ പ്രവർത്തനത്തിൽ വലിയ തൽപരനായിരുന്നു. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് തരുന്ന ചോറ് വളരെ കഷ്ടപ്പെട്ട് അനുഭവിക്കുക. അപ്പം അന്നൊക്കെ ദരിദ്രവാസികളാണ്, അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ.
ഒരു വീട്ടിൽ എനിക്കൊരു ഓർമ്മയുണ്ട്. ഒരാൾ ഭാര്യ മരിച്ചുപോയി, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. കിടപ്പിലായിപ്പോയി, കഞ്ഞി വയ്ക്കാൻ നിവർത്തിയില്ല. വീട്ടിൽ നിന്ന് ഞാൻ അരി മോട്ടിച്ച് കൊണ്ടുവന്ന് കലത്തിങ്ങ വീട്ടിലിട്ടേക്കുന്ന അരിയെ അമ്മയാരും അറിയാതെ മോടിച്ച് കൊണ്ടുവന്ന് ഞാൻ കൊടുക്കുമായിരുന്നു. അന്നൊക്കെ കുഞ്ഞിൻ്റെ കൊണ്ട് കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ചെറുതല മുതലേ ഈ കാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ തൽപരനായിരുന്നു. അതനുസരിച്ച് പല പ്രസ്ഥാനങ്ങളും എനിക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എറണാകുളത്ത് യാൻ പവർ ഫണ്ട് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ, ഈ പവർ ഫണ്ട് ഈ സഭകളിൽ സ്ഥാപിച്ചത് കൊണ്ടാണ് ആ പേര് അവിടെ കൊടുത്തത്. ആദ്യം സ്ഥാപിച്ചത് ഈ ഉറിയക്കോട് 16 ഡിസ്ട്രിക്ട് സഭയുടെ 16 സഭകളിൽ പവർ ഫണ്ട് സ്ഥാപിച്ചു. എത്ര സഭയിലിപ്പോൾ പവർ ഫണ്ടുണ്ട് എന്നെനിക്കറിയില്ല, പിന്നെ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല. നമുക്കത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് വിട്ടുപോയി. പുല്ലാൽ പവർ ഫണ്ട് ഉണ്ടെന്നുള്ളത് അറിയാം. അത് അവിടെ ആ പേരിലാണ് ഞാൻ പിന്നെ എറണാകുളത്ത് പോയപ്പോൾ അവിടെ യാവൺ പവർ ഫണ്ട് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന് നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യും. അതിന്ന് അത് കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി 3 സ്റ്റേറ്റുകളിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുകയും ഇന്നും അത് പ്രവർത്തനം നടക്കുന്നു എന്നാണ് എൻ്റെ അറിവ്. ഞാനത് ഗ്രൂപ്പ് കൈമാറി. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല, ഞാൻ അന്വേഷിക്കുന്നുമില്ല. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഡയൽ വ്യൂ അന്ന് ക്രിസ്തുദാസിന് ഏറ്റവും പ്രോത്സാഹനം കൊടുത്ത് അവൻ പലപ്പോഴും ക്രിസ്തുദാസ് പുറകോട്ട് പോയിട്ടുണ്ട്, മടിച്ച്. ഞാൻ ഭയങ്കരമായി പ്രോത്സാഹനം കൊടുത്തിരുന്നു, ഒരു ധൈര്യം കൊടുത്തിരുന്നു. ഒരാൾ പുറകിലുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കാര്യവും ചെയ്യാൻ നമുക്ക് തൻ്റെ ഇടം ഉണ്ടാവുള്ളൂ. മടിച്ചു നിന്നിരുന്നാലും മുന്നോട്ട് നീങ്ങും. ഞാൻ അന്ന് ക്രിസ്തുദാസിന് ശരിക്കും പ്രോത്സാഹനം കൊടുത്തിരുന്നു. ഞാനുണ്ട് കൂടെ. അവർ അന്യനാട്ടിൽ നിന്ന് വന്നവരായിരുന്നു, അവർക്കൂടെ ഒരു സ്വാധീനവുമില്ല. അപ്പോൾ എൻ്റെ ഒരു ധൈര്യം മാത്രമായിരുന്നു അവനിതെല്ലാം ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിഞ്ഞത്. എങ്കിലും ആദ്യ വളർച്ചയിൽ ഒന്ന് പിടിച്ചു നിൽക്കാവുന്ന നില വരെ ഞാൻ സഹായിച്ചു. പിന്നെ എനിക്ക് എറണാകുളത്ത് ജോലി കിട്ടി ഞാൻ പോകുമ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായും പിൻവലിഞ്ഞു. അന്ന് എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളൊക്കെ ഏക്കാൻ പറഞ്ഞതാണ്. ഒന്നും ഞാൻ ഏറ്റിട്ടില്ല. ഞാൻ എല്ലാവരെ തന്നെ ഏൽപ്പിച്ചു, നിങ്ങൾ തന്നെ നടത്തുക. അങ്ങനെ അതും വളർന്നു. ഞാനൊരു കാര്യം, എനിക്ക് ആത്മാർത്ഥതയുണ്ട്, എനിക്ക് ഒരു വിശ്വാസമുണ്ട്, ഒരു ആത്മവിശ്വാസമുണ്ട്. ഞാൻ തുടങ്ങി വെച്ച ഒന്നും പുറകോട്ട് പോയിട്ടില്ല. അത് CSI ചർച്ചിൻ്റെ ഡിസ്ട്രിക്ട് സഭകളിൽ പവർ ഫണ്ട് സ്ഥാപിച്ചതായാലും ശരി, കാനക്കുഴി സഭ ഒരു ചെറിയ ഗ്രൂപ്പ് തുടങ്ങിയതായാലും അതിനൊരു വലിയ സഭയായി മാറി. ഡയൽ വ്യൂ ഞാനന്ന് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞങ്ങൾ കമ്മിറ്റി ഇങ്ങനെ രൂപീകരിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇതിനൊരു പേരിടാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അങ്ങനെ പേര് എല്ലാവരും ഓരോ പേര് കൊണ്ടുവന്നു. ഞാൻ കൊണ്ടുവന്ന പേരാണ് ഗ്രീൻലാൻഡ്. അത് ഗ്രീൻലാൻഡ് ഉറപ്പിച്ചു, ശരി ഇത് തന്നെ ഇടാം എന്ന് നിശ്ചയിച്ചു. കാരണം എന്നെ പിണക്കരുതല്ലോ, അതായിരുന്നു ഇവിടെ ഒരു പിടിവള്ളി, ഇവിടെ നിലനിർത്താൻ ഒരു പിടിവള്ളി അന്ന് ഞാനായിരുന്നു. അവർക്ക് സ്വാധീനമുള്ളൂ കൂടുതൽ. അപ്പോൾ ഞാനിങ്ങനെ സഭയുടെ പ്രവർത്തനങ്ങളിലൊക്കെ നിൽക്കുന്നതുകൊണ്ടും ജനസ്വാധീനമുള്ളതുകൊണ്ടും എന്നെ ഒഴിവാക്കാൻ പറ്റാതെ അവരത് സമ്മതിച്ചു. ഒടുവിൽ ഞാൻ തന്നെ പറഞ്ഞു, വേണ്ട, നിങ്ങൾ ക്രിസ്തുദാസിന് ഏതോ ഫോറിനേഴ്സ് കൊടുത്ത ഒരു പേരാണ് ഡയൽ വ്യൂ, അത് തന്നെ മതി എന്ന് ഞാൻ തീരുമാനിച്ചു. പിന്നെയും ഞാൻ പറഞ്ഞു, ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞ് ഇവിടെ അടുത്തൊരിടത്തുണ്ട്, അതുകൊണ്ട് നമുക്കത് വേണ്ട എന്ന് തീരുമാനിക്കുകയും എൻ്റെ നിർബന്ധത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഒടുവിൽ ചേർത്തതാണ്. അതൊരു കൊണ്ണിയിൽ അച്ഛനോ ആരോ പ്രസ് ചെയ്തു, അങ്ങനെ ഇവിടെ ചേർക്കണമെന്ന്, അങ്ങനെ ഡയൽ വ്യൂ എന്നാക്കിയത്. അങ്ങനെ ഞാനന്ന് ആരംഭിച്ച ഒരു പ്രസ്ഥാനവും താഴേക്ക് പോയില്ല. എല്ലാം വളർന്ന് ഉന്നതമായ സ്ഥാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് കോംപ്രഹെൻസീവ് റൂറൽ ഓപ്പറേഷൻ സർവീസ് സൊസൈറ്റി എന്നാണ് അതിൻ്റെ ഷോർട്ടാണ്, CROSS. അത് തുടങ്ങി എൻ്റെ
അറിവ് ശരിയാണെങ്കിൽ അത് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് അനേകം പേർക്ക് ഉപയോഗമുണ്ട്. 70ഓളം പേർക്ക് കിടപ്പ് രോഗികൾക്ക് സഹായിക്കുന്നുണ്ട്. ക്യാൻസർ രോഗികൾക്ക് അവരുടെ ആഴ്ചതോറോ മാസം തോറുമുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് പോകാനുള്ള സഹായങ്ങൾ ഒക്കെ ചെയ്യാനുള്ള ഒരു സ്ഥിതിയിലേക്ക് വളർന്നിരിക്കുന്നു. ഏതായാലും അതിൻ്റെയൊക്കെ പിന്നിൽ ഏത് ശക്തിയാണെന്ന് എനിക്കറിയില്ല. ഏതോ ഒരു ശക്തിയോ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനിയും ക്രോസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എനിക്കിപ്പോൾ വലിയ പ്രായമുള്ളതുകൊണ്ട് പഴയതുപോലെ ഓടി നടന്ന് ഗവൺമെൻറ് ഫണ്ടുകൾ വാങ്ങിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ താല്പര്യക്കുറവുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചെടികൾ വിറ്റ് കിട്ടുന്നതും കൂണ് വിറ്റ് കിട്ടുന്നതും കടകളിൽ നിന്ന് കിട്ടുന്ന ലാഭവും മറ്റിനങ്ങളിൽ വരുന്ന ലാഭവും ചെറിയ ചെറിയ സംഭാവനകൾ കൊണ്ടൊക്കെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ട് ചെയ്യുന്നത്. അത് നിലനിർത്താനായിട്ട് ഇനി ഒരു പബ്ലിക് സൊസൈറ്റി ആക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം ആകാൻ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക, പ്രാർത്ഥിക്കുക. ഞാൻ മരിച്ചു പോയാലും അത് നിലനിൽക്കത്തക്ക രീതിയിൽ ഒരു സൊസൈറ്റി ആയിട്ട് ഈ ക്രോസ് എന്ന് പറയുന്ന കടയെ പലചരക്ക് മനുഷ്യനുള്ളിടത്തോളം കാലം അത് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അത് നിലനിർത്തണം. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് സഹായ വിലയ്ക്ക് കൊള്ള ലാഭം എടുക്കാതെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്യും. അവർക്ക് അരി പലചരക്ക് സാധനങ്ങൾ അത് മനുഷ്യനുള്ളിടത്തോളം കാലം ആവശ്യമുള്ള സാധനമാണ്. ജനങ്ങൾക്കത് കിട്ടുകയും ലാഭത്തിൽ കിട്ടുകയും അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കിടപ്പ് രോഗികൾക്കും മറ്റും വിതരണം ചെയ്യത്തക്ക രീതിയിൽ ഇത് നിലനിർത്തണം. അതിനുവേണ്ടി സ്ട്രോങ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തു വരികയാണ്. അധികം താമസിയാതെ ഒരു കമ്മിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതിന് പിന്നീട് കമ്മിറ്റി ഉണ്ടായിക്കഴിഞ്ഞ് ആ കമ്മിറ്റി ഇത് ഭരിക്കുമ്പോൾ അഴിമതികളോ പിന്നെ ഇത് നഷ്ടപ്പെട്ട് പൊളിഞ്ഞു പോകാത്ത രീതിയിൽ സ്ട്രോങ് ആയിട്ടൊരു നിയമവരിയിൽ കൂടി കൊണ്ടുപോകാൻ ഉത്തരവാദിത്തപ്പെട്ട ഒന്ന് രണ്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റി തന്നെ രൂപീകരിക്കാനുള്ള പാഠം ചെയ്തു വരുന്നുണ്ട്. എല്ലാവരും സഹകരിക്കുക. ഈ ക്രോസിൽ നിന്നും സാധനങ്ങൾ വാങ്ങിച്ച് സഹായിക്കുക. അപ്പോൾ നിങ്ങളുടെ സഹായം ഇപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ആ വഴിക്ക് കിട്ടുന്ന സഹായം നിങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. 70-60 വയസ്സ് കഴിഞ്ഞവർക്ക് സ്ത്രീകൾ പുരുഷന്മാരായാലും വീടുകൾ കഷ്ടപ്പാടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ, എല്ലാവരെയും തിരിച്ചറിയാം. അങ്ങനെയുള്ളവർക്ക് ഒരു 500 രൂപയ്ക്കൊക്കെ സാധനം വാങ്ങുമ്പോൾ അവർക്ക് 1-2 കിലോ അരി ആവശ്യമുള്ളവർ തിരിച്ചു കൊടുക്കുന്നു. അല്ലാത്തവർക്ക് ചായപ്പൊടിയും ഒരു പ്രൈസും കൊടുക്കുന്നുണ്ട്. ഒരു സംഭവം അത് കൂപ്പണാണ്. ആ കൂപ്പണിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് അത് 5 രൂപ മുതൽ 500 രൂപ വരെയുണ്ട്. ആ എമൗണ്ട് അവർക്ക് തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് ലാഭമാണ് തിരിച്ചു കൊടുക്കുന്നത്, മടക്കി കൊടുക്കുന്നത്. അങ്ങനെ ഒരു ചെറിയ പ്രോഫിറ്റ്. അങ്ങനെ നിങ്ങളൊരു കാട്ടാക്കടയിലോ ആരുടെട്ടോ അല്ലെങ്കിൽ സിറ്റിയിലോ എവിടെയെങ്കിലും പോയി നിങ്ങളൊരു വില കൊടുത്ത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു പ്രോഫിറ്റും പിന്നെ തിരികെ കിട്ടുന്നില്ല. നിങ്ങളിപ്പോൾ 2000 രൂപയുടെ സാധനം വാങ്ങിച്ചാൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല. ഇവിടെ ക്രോസിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടിയ വിലയ്ക്കായിരിക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അതിൻ്റെ യഥാർത്ഥ വിലയേക്കാൾ കൂടുതൽ നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ക്രോസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതിന് ശരിക്കും, അതായത് ക്രോസിൻ്റെ ഒരു സാധനം 50 രൂപയ്ക്ക് കിട്ടിയാൽ 51 രൂപയ്ക്കാണ് ക്രോസ് നിങ്ങൾക്ക് തരുന്നത്. 1 രൂപ ലാഭം എടുക്കുന്നുണ്ട്. ആ 1 രൂപയിൽ 50 പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതാണ് ഈ സൊസൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക,
ഇത് ടൈം ഓവറായിപ്പോയി. അതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ചേർക്കാം. താങ്ക് യു.